ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതി. ഈ ഡേറ്റ് നമ്മൾ തൃശ്ശൂർക്കാർക്കും കേരളത്തിനുമൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു മാസമാണ്. നിങ്ങൾക്കറിയാം, ഈ ദിവസമാണ് നമ്മുടെ സഹോദരി, നമ്മുടെ അമ്മ പോലെ ഒല്ലൂരിൻ്റെ പുണ്യപ്പെട്ട ആ ജന്മം, സ്വർഗത്തിലേക്ക് പോയ ദിവസം. വിശുദ്ധ എവുപ്രാസ്യമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, ധാരാളം ദൈവീക കൃപകളുള്ള അമ്മ, ഒല്ലൂരിൻ്റെ വിശുദ്ധ. ഇന്ന് വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ തിരുനാളാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ മരിച്ചുപോയവരെ കാണുന്ന ആളുകൾക്ക് അതൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ പ്രശ്നമാണ്, മരിച്ചുപോയവരൊക്കെ ഇങ്ങനെ വരുമോ? അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ ചിത്രം എവുപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ കാണാം. മരിച്ചുപോയ പലരും എവുപ്രാസ്യമ്മയുടെ അടുത്ത് നേരിട്ട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ചരിത്രത്തിൽ കാണാം. അതുപോലെയാണ് പിശാചുക്കളുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലും എൻ്റെ അടുത്ത് വരാറുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞാൽ എല്ലാവരും പറയും, ശരിക്കും ഇത് വട്ടാണെന്നോ ഭ്രാന്താണെന്നോ ഒക്കെ പറയും. പല രീതിയിൽ ഈ പിശാചുക്കൾ മനുഷ്യർ ഉപദ്രവിക്കും കേട്ടോ. അലറുന്ന സിംഹത്തെ പോലെ സാത്താനിങ്ങനെ വിരളി പിടിച്ച് നടക്കുകയാണെന്ന് വചനം പറയുന്നുണ്ടല്ലോ, അത് ശരിയാണ്. കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരുണ്ടോ, അവരുടെ പിന്നാലെ ഈ പിശാചുണ്ടാകും. പല വിധത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ പിശാചുക്കൾ നമ്മളെ പരീക്ഷിച്ച് നമ്മളെ നിരാശപ്പെടുത്തി ഈ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറണം. അതിന് അവൻ അന്നും പണി ചെയ്യുന്നുണ്ട്, ഇന്നും പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ ആ പണിയെ നമ്മൾ തിരിച്ചറിയണം. എവുപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ പിശാചുക്കൾ നേരിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അത് എന്തെങ്കിലും സൈക്യാട്രിക്കൽ പ്രോബ്ലമാണ് എന്ന് പറയും. എവുപ്രാസ്യമ്മയുടെ ഒരു എഴുത്തിൽ കണ്ട വിവരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. എവുപ്രാസ്യമ്മ തന്നെ എഴുതിയതാണ്, ഞാനത് വായിക്കാം. 1906 കുംഭം 16-ാം തീയതിയിലെ കത്തിൽ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമാകും വിധമുള്ള പൈശാചിക ആക്രമണങ്ങൾ വിവരിക്കുന്നു. പ്രിയ പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലും കുറേ അട്ടഹാസവും തിരക്കും ഇടിയും ദൂഷണവും ഉണ്ടായിരുന്നു. കുറേ വ്യസനം എനിക്ക് തോന്നി. വാതിലിന്മേൽ ശക്തിയുള്ള ഇടിയെ നിർത്തുന്നതിന് പരിശുദ്ധ അമ്മ തന്നെ സഹായിക്കട്ടെ എന്നുറച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ രൂപം വാതിലിന്മേൽ പറ്റിച്ചു. പിന്നെ വാതിലിന്മേൽ തൊട്ടില്ല. അതോടെ അധികം അരിശം കൊണ്ട് അലർച്ചയോടെ ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഈ വാതിലിൽ ആണിയായി തറച്ചിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് ജനലയ്ക്കിലും വരാന്തയിലും ബഹളവും അട്ടഹാസവുമായി ശല്യപ്പെടുത്തിയിരുന്നു എന്ന് വിവരിക്കുന്നതായി കാണാം. 1904 കുംഭം 18-ാം തീയതിയിലെ കത്തിലാകട്ടെ, തൻ്റെ ദേഹത്ത് പലരായി വന്ന് മാറി മാറി കുത്തിയും വെട്ടിയും മറ്റും ആക്രമിക്കുന്ന അനുഭവമാണ് വെളിപ്പെടുത്തി കാണുന്നത്. ഇപ്പോൾ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കരുതാത്ത അലർച്ചയോടും കഠിനതയോടും കൂടെ പെട്ടെന്ന് എന്നെ പിടിച്ച് നല്ല മൂർച്ചയുള്ള കുന്തം പോലൊരു സാധനം കൊണ്ട് എന്നെ കുത്തി മറിച്ചിട്ട് കഴുത്തിലും ദേഹമാസകലവും ഓരോരുത്തരുടെ അരിശ പോലെയും ഇഷ്ടം പോലെയും ഇടിക്കുകയും കുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവൾ ധൈര്യം വെടിയാതെ ദൈവിക ശക്തിയാൽ അവരെ നേരിട്ട വിധവും ഈ കത്തിൽ പറയുന്നു. ഈശോമിശിഹായുടെ തിരിച്ചോരയും സർവ്വയോഗ്യതകളും എനിക്ക് ആയിട്ട് ഉള്ളതായിരിക്കുന്നു. തൻ്റെ തിരിച്ചായ എന്നിൽ പതിച്ചിരിക്കുന്നത് ദുഷ്ടാരൂപികളായിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? എൻ്റെ അമ്മയായ മറിയം നിങ്ങളുടെ തലയെ തകർത്തവളായിരിക്കുന്നു.
എന്നാൽ ഈശോമിശിഹായുടെ സഹായത്താൽ ഞാൻ പറയുന്നു, എളിമയെന്ന ഈ പുണ്യം കൊണ്ട് നിങ്ങളിറങ്ങിയ ഈ ആകാശത്തിലോട്ട് നിശ്ചയമായിട്ട് ഞാൻ കയറുകയും ചെയ്യും. ഈ വിധം നേരിടുന്ന കണ്ട് ഇത് നിന്നെ പഠിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞ് അലറി മാറിപ്പോയി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും വീണ്ടും ഇത്തരം അതിക്രമങ്ങൾ ദീർഘനേരം ആവർത്തിക്കുന്നതും 6-7 ദിവസങ്ങൾ തന്നെ ഇത് തുടരുന്നതായും വിവരിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് രാവും പകലും 3-4 പ്രാവശ്യം മുറിയുടെ തട്ടിന്മേൽ ഓരോ സാധനം കൊണ്ട് കുത്തിപ്പൊക്കി തട്ടോട് ചേർത്ത് കുറേ അധികം ഇടിച്ചു. ആ സമയം വളരെ വ്യസനമുണ്ടായിരുന്നു. അതിനിടെ ക്ഷണം വിട്ടുമാറുവിൻ എന്ന് പറയുന്നതിനെ കേട്ടു. ആ ക്ഷണം എല്ലാം ഓടിപ്പോയി. ഞാൻ നിലത്തിലും കട്ടിന്മേലുമായി വീണ് എന്നിങ്ങനെ കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, പിശാചിൻ്റെ ശക്തികൾ എവുപ്രാസ്യമ്മയെ ഉപദ്രവിക്കുന്നതാണ് ഈ വായിച്ച് കേട്ടത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വാതിലുമേൽ ഇടിക്കുക, ദൂഷണം പറയുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പിശാച് ഇങ്ങനെ നേരിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ? എവുപ്രാസ്യമ്മയുടെ ജീവചരിത്രം എടുത്താൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രതിഭാസങ്ങളും അന്നേ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിശാചുക്കൾ നേരിട്ട് വന്ന് പരിശുദ്ധ അമ്മയെ ഉപദ്രവിച്ചു. കാരണം അവർക്കറിയാം ഈ വ്യക്തി ഇനിയും ആത്മാക്കളെ നേടിയാലോ. അതിനാൽ തന്നെ ഈ വ്യക്തിയെ ഏതുവിധനെയും നശിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ അനുഭവം കേൾക്കുമ്പോൾ നമ്മളും കരുതിയിരിക്കുക. മനസ്സിന് ബലം ഉള്ളവരായിട്ട് മാറുക. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ നമുക്ക് എവുപ്രാസ്യമ്മയുടെ പക്കലേക്ക് കൊടുക്കാം. എവുപ്രാസ്യമ്മ നിരന്തരം പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. എവുപ്രാസ്യമ്മയുടെ ബോഡി ആദ്യം സൂക്ഷിച്ചിരുന്ന കല്ലറയാണ് ഇത്. പിന്നീട് അത് എടുത്തുമാറ്റി ദേവാലയത്തിൻ്റെ നടുവേ തന്നെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അമ്മ കൈമാറിക്കൊടുത്ത വിശ്വാസം ഊട്ടിയുറപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു കന്യക സ്വർഗം അവളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമല്ലാത്ത കുറേ അനുഭവങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശുദ്ധീകരണാത്മാക്കളൊക്കെ കാണാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു, പിശാചുക്കൾ വന്ന് ഡയറക്റ്റ് ഉപദ്രവം ചെയ്യുന്നു. എവുപ്രാസ്യമെല്ലാം എഴുത്തുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിശാചുക്കളൊക്കെ വന്ന് പരീക്ഷണത്തിൻ്റെ മാക്സിമം എത്തുമ്പോൾ ഒരു സ്വരം കേൾക്കും, വിട്ടുമാറുവിൻ എന്നൊക്കെ ഒരു സ്വരം കേൾക്കുമ്പോൾ അവർ മാറിപ്പോവും. അത് പരിശുദ്ധ അമ്മയാണ് പറയുന്നത്. പിശാചുക്കൾ എവുപ്രാസ്യമ്മയെ കന്യാവ്രതത്തിനെതിരായിട്ടുള്ള പരീക്ഷണങ്ങൾ വരെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കന്യാവ്രതത്തിനെതിരായിട്ടുള്ള പരീക്ഷണങ്ങൾ. അപ്പോഴൊക്കെ അവസാന സമയമാകുമ്പോൾ പരീക്ഷണങ്ങളും പീഡനങ്ങളും മൂർധനത്തിലെത്തുമ്പോൾ എവുപ്രാസ്യമ്മ പ്രാർത്ഥിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടും. അങ്ങനെയാണ് പിശാചുക്കളിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ചിരുന്നത്. ആത്മപിതാവിന് ഈ ഉണ്ടായ വെളിപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശാചിൻ്റെ പരീക്ഷണങ്ങളും. 1905 ഇടവം 22 എഴുതിയ കത്തിൽ പറയാണ്, ധ്യാനിക്കുന്ന സമയത്ത് നടുവിലൂടെ കറുത്ത ഒരു പോർക്കിൻകുട്ടി ഓടി നടന്നു എന്ന്. അപ്പോൾ ഹന്നാൻ വെള്ളം തെളിച്ചു. അപ്പോൾ അത് ഉടനെ അപ്രത്യക്ഷമായി. പിറ്റത്തെ ദിവസം കുറേ ദൂഷണം പറഞ്ഞും ദുർഗന്ധത്തോടും ഭയങ്കര പുകയോടും കൂടി പോയെന്നും വെളിപ്പെടുത്തുന്നു. ഇതുകൂടാതെ കട്ടിലിനടിയിൽ കയറുകൊണ്ട് കെട്ടി തൂക്കിയിട്ടതും 10-12 പേർ പിടിച്ചു നീക്കാവുന്നതുമായ പെട്ടി ദേഹത്ത് കയറ്റി വെച്ചതും മറ്റുള്ളവർക്ക് കൂടി ദൃശ്യമാകുന്ന ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങൾക്ക് ചില ഉദാഹരണമാണിത്.
നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ സാത്താൻ നമ്മുടെ ഒപ്പമുണ്ടാകും. അത് വിചാരിച്ച് തോറ്റ് പിന്മാറരുത്. ജനിച്ചാൽ ഒരിക്കലേ മരണമുള്ളൂ. അപ്പം മരിക്കാം. അമ്പഴക്കാട്ട് മഠത്തിലെ രഹസ്യനാളാഗമത്തിൽ ഈ എവുപ്രാസ്യമ്മയ്ക്കുണ്ടായിട്ടുള്ള പിശാചൻ്റെ ഉപദ്രവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ ചിലത് മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒരു കാര്യമാണ്, ഈ സഹോദരിയുടെ ഗുരുത്തി സഹോദരിയെ അന്വേഷിച്ച് കാണാണ്ടായപ്പോൾ കട്ടിലിൻ്റെ താഴെ കയറിന്മേൽ കെട്ടി തൂക്കി ഇട്ടതായിട്ട് കാണപ്പെട്ടു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. പലപ്പോഴും എവുപ്രാസ്യമ്മയെ മലർത്തിക്കിടത്തി പെട്ടി നെഞ്ചിന്മേൽ കയറ്റി വെച്ചിരിക്കുന്നത് പലരും കാണുന്നുണ്ട്. അല്ലാതെ ഇത് തോന്നലല്ല, ഭ്രാന്തുമല്ല. എവുപ്രാസ്യമ്മനെ പിശാചുക്കൾ ചെയ്യുന്ന പണിയാണ്. ഇത് പറഞ്ഞാൽ ആധുനിക ലോകത്ത് ആര് വിശ്വസിക്കും? കുറേ ആളുകൾ കൂടിയേ ഈ പെട്ടി പൊക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പെട്ടിയാണ് നെഞ്ചിമേ കയറ്റി വെച്ചേക്കണത്. അങ്ങനെ തനിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് കുറേ ഉപദ്രവം ചെയ്യുക പിശാചുക്കൾ. അതുകൊണ്ട് തനിയെ ആകാതിരിക്കാൻ വേണ്ടി ഗുരുത്തിയമ്മയുടെ മുറിയിലാണ് കിടത്തിയിരുന്നത്. അതുപോലെ ഇതിനെ കിടത്തുന്ന മുറിയിൽ പലപ്പോഴും കല്ലുകൾ കൊണ്ടിടും. ഒരു ദിവസം രാത്രി വായിൽ കല്ല് കയറ്റി വായും മുഖമൊക്കെ മറ്റും കൂട്ടിക്കെട്ടി അങ്ങോട്ട് ഇട്ടു. പെടയണ സ്വരം കേട്ടിട്ടാ ഗുരുത്തിയമ്മ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ ഇതാണ് സ്ഥിതി. ഇതുപോലെ പിശാചിൻ്റെ ലക്ഷ്യം അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് മഠത്തിൽ നിന്ന് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ഗുരുത്തിയമ്മയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് ഗുരുത്തിയമ്മയ്ക്ക് അസ്വസ്ഥതകൾ വരിക, അങ്ങനെ പറഞ്ഞു വിടുക. ഇതൊക്കെയായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്തായാലും അതൊന്നും നടന്നില്ല. ഇന്ന് നമുക്ക് മധ്യസ്ഥയായി വിശുദ്ധയായി എവുപ്രാസ്യമ്മ നമ്മുടെ കൂടെ. നമുക്ക് ചിന്തിക്കാം, പിശാച് നമ്മളെല്ലാവരെയും ഉപദ്രവിക്കും. ഇങ്ങനെ വായിൽ കല്ല് കയറ്റി വെച്ചിട്ടും പെട്ടി കയറ്റി വെച്ചിട്ടും ഒന്നും ആവില്ല. ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കാം നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അത് പിശാചാണ്, നമ്മുടെ ബന്ധുക്കളല്ല. കാരണം അങ്ങനെ ഉപദ്രവിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിടിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. അല്ലാതെ പണ്ട് എവുപ്രാസ്യമ്മയ്ക്ക് ഉണ്ടായ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ന് കാലത്ത് ചെയ്യില്ല. ഇന്നിങ്ങനെയാണ്, വ്യക്തികളിലൂടെ ദൈവത്തെ ബഹുമാനിക്കുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നമ്മളത് തിരിച്ചറിയണം. എന്നിട്ട് എന്താണ് ഇതിന് പരിഹാരം? അവർക്ക് വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ എവുപ്രാസ്യമ്മയെ കൊണ്ടുവന്ന് വെച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനുള്ള രൂപക്കൂടാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒല്ലൂരിൻ്റെ വിശുദ്ധ നമ്മുടെ എവുപ്രാസ്യമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മ. നമുക്ക് ഇന്ന് ചോദിക്കാം, എവുപ്രാസ്യമ്മേ, നിന്നെപ്പോലെ ധാരാളം പ്രാർത്ഥിക്കുന്നവരാകാൻ, നിന്നെപ്പോലെ എളിമയിലും വിശുദ്ധിയിലും ജീവിച്ച് വിശുദ്ധരാകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എവുപ്രാസ്യമ്മ എപ്പോഴും പറയും, മരിച്ചാലും മറക്കില്ല കേട്ടോ, നമ്മൾ മരിച്ചാലും മറക്കില്ല എന്ന്, ആൾ മരിച്ചാലും നമ്മുടെ കാര്യങ്ങൾ മറക്കില്ല എന്ന്. നമുക്ക് എവുപ്രാസ്യമ്മയോട് പ്രാർത്ഥിക്കാം. പൈശാചിക ഉപദ്രവങ്ങൾ വരുമ്പോൾ തിരിച്ചറിവിൻ്റെ വരം നൽകാൻ പ്രാർത്ഥിക്കണേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എവുപ്രാസ്യമ്മയുടെ തിരുനാൾ ദിനം.
കബറിടത്തിൽ മനസ്സുകൊണ്ട് മുത്തി നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധ അമ്മ ഏവുപ്രാസ്യമ്മയിലൂടെ ഇടപെടും. നമുക്ക് ഏവുപ്രാസ്യമ്മയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒല്ലൂരിലുള്ള എല്ലാവരുടെയും, അല്ലെങ്കിൽ ആരൊക്കെ ഏവുപ്രാസ്യമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെയും പൈശാചിക ഉപദ്രവങ്ങൾ മാറിപ്പോകാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ, അതുപോലെ കുടുംബാംഗങ്ങളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ നമുക്ക് ഏവുപ്രാസ്യമ്മയോട് പ്രാർത്ഥിക്കാം. ഏവുപ്രാസ്യമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഏവുപ്രാസ്യമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമേൻ.